നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ബ്രസീൽ ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു ശുഭദിനമാണിന്ന്. ഏറ്റവും മികച്ച ഒരു സുപ്രഭാതമാണ്. കാരണം നെയ്മർ ജൂനിയർ അവരുടെ ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ചു. കോച്ച് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ച 26 അംഗ ടീമിൽ, അത് അവസാന ടീമാണ്, ലോകകപ്പിനുള്ള ടീമാണ്. ആ ടീമിൽ നെയ്മർ ജൂനിയർ ഇടം പിടിച്ചിരിക്കുന്നു. ഒരുപാട് കാത്തിരിപ്പിന് ശേഷം, ഒട്ടേറെ ആശങ്കകൾക്ക് ശേഷം, എല്ലാത്തിനും വിരാമമിട്ട് കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറുടെ പേര് പറഞ്ഞു. അങ്ങനെ ആ 26 അംഗ ടീമിൽ നെയ്മർ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഈ ലോകകപ്പിനെത്തും എന്ന് ഉറപ്പായി. നെയ്മർക്കൊപ്പം വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, റാഫിഞ്ഞ ഉണ്ട്, അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന കാസമിറോ ഉണ്ട്. എല്ലാവരും ബ്രസീൽ ടീമിലുണ്ട്. ഏറ്റവും ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തിയതാണ്. നെയ്മർ ഒരു ലോകകപ്പ് ബ്രസീലിന് നേടിക്കൊടുക്കാൻ 2002 ശേഷം 24 വർഷത്തിന് ശേഷം ബ്രസീലിന് ഒരു ലോകകപ്പ് നേടിക്കൊടുക്കാൻ നെയ്മർ ഇതാ വരുന്നു. തീർച്ചയായും നെയ്മർ ഇത് ആഗ്രഹിച്ചതാണ്. അദ്ദേഹം ഈ ജീവിതത്തിൽ ഇത്രയധികം ആഗ്രഹിച്ച ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത്രയധികം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഈ ലോകകപ്പ് കളിക്കാൻ. എന്തായാലും കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ച ആ ടീമിൽ എല്ലാവരും ഉണ്ട്. റാഫിഞ്ഞ, കാസമിറോ, ഈ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ട്. എൻട്രിക്ക് ഉണ്ട്, ലൂയി ഹെൻറിക്ക് ഉണ്ട്, എല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ച എല്ലാവരും ഉണ്ട്. ഒപ്പം നെയ്മർ ജൂനിയറും ഉണ്ട്. തീർച്ചയായിട്ടും അതിയായ സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ് ബ്രസീൽ ആരാധകർക്ക്. അവർക്ക് ആത്മവിശ്വാസത്തോടെ, തീർച്ചയായും വലിയ പ്രതീക്ഷകളോടെ ഈ ലോകകപ്പ് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പ് നൽകുന്നതാണ് നെയ്മർ ജൂനിയറെ ടീമിൽ ഉൾപ്പെടുത്തിയത്. കാർലോ ആഞ്ചലോട്ടി ആ ബുദ്ധിപരമായ തീരുമാനം, ആ ശരിയായ തീരുമാനം എടുത്തിരിക്കുന്നു.